അഞ്ജുവിൻ്റെ റിലേറ്റീവോ? ആയിരുന്നു റോയ്, എൻ്റെ അമ്മയുടെ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡ്. ദേ ഗോട്ട് ഡിവേഴ്സ്ഡ്. അയാളിപ്പോൾ വേറൊരു റിലേഷനിൽ. ഓ, അപ്പൊ അതാണ് ഈ ഡോളി. അവരുടെ പേരിൽ അയാൾ ഈ ഹെയർ ഫിക്സിംഗ് ഫേം തുടങ്ങുന്നത്, റൈറ്റ്? അതിൻ്റെ ഇവന്റ് മാനേജ് ചെയ്യുന്ന കാര്യം പറഞ്ഞ് എന്നെ ഇപ്പോൾ വിളിച്ചിരുന്നു. ഇൻട്രസ്റ്റിംഗ്. പേഴ്സണലി അഞ്ജുവും അയാളും അത്ര നല്ല ടേംസിലല്ലെന്ന് തോന്നുന്നു, അല്ലേ? അതല്ല, അയാളൊരു ക്യാരക്ടർ. എനിവേസ്, അത് നമ്മുടെ വിഷയമല്ല. കേട്ടിടത്തോളം ആള് കൈ കാശുള്ളൊരു മണ്ടനാണ്. അയാളെ ഒന്ന് കയ്യിലെടുത്താൽ ലോങ് ടേമിൽ നമുക്കത് ഗുണം ചെയ്യും. അതിന് എന്താ ഒരു വഴി? ഞാൻ പറഞ്ഞില്ലേ റോയ്, അയാളൊരു പ്രത്യേക ടൈപ്പാ. ജനിക്കുന്ന കുട്ടിയെ പോപ്പ് സ്റ്റാർ ആക്കണമെന്നായിരുന്നു അയാൾക്ക്. അത് നടന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് ആൻറ്റിയെ ഡിവോഴ്സ് ചെയ്ത്. പിന്നെ ആളൊരു ശങ്കർ ഫാനാ. ശങ്കർ? യു മീൻ ഡയറക്ടർ ശങ്കർ? അല്ല, ആക്ടർ ശങ്കർ. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ. Okay, Roy. Please sign it when you get time. അഞ്ജന, സ്ത്രീകളെപ്പോഴും സാരി ഇങ്ങനെ കൊടുക്കുന്ന നല്ലത്. ഈ നാട്ടിൽ എങ്ങനെയാ ജീവിക്കുന്നത്? എയർപോർട്ടിൽ നിന്ന് വീട്ടിലെത്താൻ 1.5 മണിക്കൂർ എടുത്തന്നേ. മുക്കിന് ട്രാഫിക് സിഗ്നലും കുണ്ടും കുഴിയൊക്കെയാ. ഇതിനൊക്കെ എങ്ങനെയാ റോഡെന്ന് പറയുന്നേ? അതൊക്കെ നമ്മുടെ ദുബായില്. അവിടെ റോഡിലേക്ക് നോക്കി മുടിച്ചിക്കാം, കണ്ണാടി പോലെ കിടക്കുന്നേ. പിന്നെ ഡേസിയെ വീണ്ടും ദുബായിലേക്ക് കൊണ്ടുപോയാലോ എന്ന് ഞാൻ ആലോചിക്കുക. നിങ്ങൾക്കറിയോ ഞങ്ങൾ തമ്മിൽ എത്ര വയസ്സിൻ്റെ ഡിഫറൻസ് ഉണ്ടെന്ന്? ഇല്ല. 4, 5, 10. കണ്ടാ പറയില്ല, എനിക്കറിയാം. എൻ്റെ ഓർമ്മയിലെ ഞങ്ങൾ ആകെ വഴക്കിടുന്ന ഒരൊറ്റ കാര്യത്തിനാ. ദുബായി കാണുന്ന മുഴുവൻ ഞാൻ എവൾക്കായിട്ട് വാങ്ങിച്ചോണ്ട് വരുന്നത് പറഞ്ഞ അതൊരു തെറ്റാണോ എന്തു? ആണോ അഞ്ജു? ഓ, എന്നാ ചൂടായത്? ഓ, എന്ന് പറഞ്ഞു വെറുതെ ഇങ്ങനെ കാശൊക്കെ ചെലവാക്കണോ? ഇല്ലേ? എടി, ഞാൻ ഈ സമ്പാദിക്കുന്നൊക്കെ പിന്നെ ആർക്കാ? എന്നാലും മേനോൻ ഇത് എന്തിന്റെ കേടാ? ഇത്രയും സുന്ദരിയായ ഭാര്യയെ ഡൈവേഴ്സ് ചെയ്യാന്നൊക്കെ പറഞ്ഞ സത്യത്തിൽ നിങ്ങളുടെ കാര്യം അറിഞ്ഞപ്പോൾ ഞാനങ്ങ് ഷോക്കായി പോയി. ഡേസി എനിക്കെല്ലാം മെയിൽ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഞാനിവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് സമ്മതിക്കില്ലായിരുന്നു. എന്നെ പേടിയാ. ഏതായാലും ഞാൻ അവനെ ഒന്ന് കാണാനിരിക്കുക. ഓ, അതൊക്കെ കഴിഞ്ഞില്ലേ? ഇനിയിപ്പോ ആർക്ക് വേണ്ടിയാ? അങ്ങനെയാണെങ്കിൽ ഇച്ചായനൊരു കാര്യം ചെയ്യാം. ആ ശ്രീധരനെ ഒന്ന് ഉപദേശിക്ക്. അഞ്ജുവിന്റെ കാര്യം അതിലും കഷ്ടാ. പിന്നെ എനിക്കറിയില്ലേ, അതും ഡേസി മെയിൽ ചെയ്തിരുന്നു. കഷ്ടം. ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും ജീവിക്കാൻ അറിയത്തില്ല. പോട്ടെ, ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ശരിക്കും നിങ്ങളെ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിങ്ങോട്ട് ഇറങ്ങിയത്. ഉള്ളിലുള്ളതൊക്കെ ആരെങ്കിലും കേട്ടൊന്ന് ഷെയർ ചെയ്തപ്പോൾ ഒരു സമാധാനമായില്ലേ? തോമസ് എപ്പോഴാ തിരിച്ചു പോകുന്നേ? എത്രയും പെട്ടെന്ന്. ഓ, ഈ നാട്ടിൽ എങ്ങനെ ജീവിക്കും? ഞാനൊന്ന് കൈ കഴുകിയിട്ട് വരാം. ഇച്ചായി നാട്ടിലെത്തിയപ്പോ മുതല് ആകെ റെസ്ലെസ്സാ. ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല. ഇവിടെ ഇപ്പൊ വെള്ളവും കറണ്ടും എങ്കിലും ഉണ്ടല്ലോ, അത് തന്നെ ഭാഗ്യം. ഷോ, അതും പോയോ? ഇച്ചായ സൂക്ഷിച്ച്. വീണില്ല. സാറിന് ആസ്ട്രോളജി അറിയാന്നുള്ളത് എനിക്കൊരു പുതിയ അറിവാ. ഇതൊക്കെ എന്ത്? ആസ്ട്രോളജിയെ കുറിച്ചുള്ള എൻ്റെ ഒരു തീസിസ് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയുടെ റെഫറൻസ് ലിസ്റ്റിലുണ്ട്. നമ്മുടെ സണ്ണി പോലും, എന്തിനാ അവൻ്റെ ഗുരു റിച്ചാർഡ് ബ്രാഡ്ലി പോലും ഇപ്പോൾ റെഫർ ചെയ്യുന്നതാ. ചോദിച്ചു നോക്കണം. അപ്പോൾ ഇന്ദു, ഞാൻ പറഞ്ഞു വന്നത്, ഈ ശ്രീധരൻ്റെ ജനന സമയം വെച്ച് നോക്കുമ്പോൾ അയാളുടെ കർമ്മപദം എഴുത്തല്ല. പിന്നെ എന്തോന്നാ? പക്ഷേ അവന്റെ ആദ്യത്തെ ബുക്ക് വളരെ സക്സസ് ആയിരുന്നല്ലോ. ആ ഒരു കാര്യം പറഞ്ഞിട്ട് അവൻ അതിന്റെ പുറകെ നടക്കുന്നേ. അത് പൊട്ടം മാവേലെറിഞ്ഞതുപോലെ സംഭവിച്ചതാ. ഇപ്പോ അയാളുടെ ഗ്രഹനില ആകെ മാറിയിരിക്കുക. 8-ൽ ചൊവ്വയും
ഭാഗ്യത്തിൽ വ്യാഴം. എഴുത്തിന്റെ മേഖലയിൽ നിന്നും വ്യതിചലിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. എന്തോന്ന്? അതെ, ബെഞ്ചമിൻ സാറിനെ നമുക്ക് വിശ്വസിക്കാം. ഒന്നുമില്ലെങ്കിലും നീ ഒരു ഡോക്ടറല്ലേ? ഈ കഥ എഴുത്തി നിർത്തി പ്രാക്ടീസ് ചെയ്യാൻ നോക്ക്. അല്ലെങ്കിൽ വേറെന്തെങ്കിലും ജോലിക്ക് ശ്രമിക്ക്. വല്ലവനും വല്ലതും പറഞ്ഞെന്ന് കരുതിട്ട് ആന്റിക്ക് എന്താ വട്ടുണ്ടാ? ആന്റി ധൈര്യമായിരിക്കേ, ഈ കഥയൊന്ന് കഴിയട്ടെ. ബട്ടർ സ്കോച്ച് മതിയായിരുന്നു. നിനക്ക് ഞാൻ ഇത്രയും പറഞ്ഞു ഒന്നും മനസ്സിലായില്ലേ? എത്ര നാളെന്ന് വെച്ചാ നീ ആ അഞ്ജുവിനെ ഇങ്ങനെയിട്ട് കഷ്ടപ്പെടുത്തുന്നേ? ബെഞ്ചമിൻ സാർ ഒരു കാര്യം പറഞ്ഞതാ. ഒരു കാലത്ത് നീ ഒരു റൈറ്റർ ആകാൻ പോകുന്നില്ല. ജീവിക്കുന്നെങ്കിൽ ഒരാണായിട്ട് ജീവിക്കടാ. ഇത് പറയാനാണ് നീ ഈ പുല്ല് ഐസ്ക്രീം വാങ്ങിച്ചു ഇവിടെ ഇരുത്തിയത്? എന്നെ നീ തള്ളേന്ന് വിളിച്ചോടാ. അതേടി തള്ളേ. കഥ എഴുതാൻ നടക്കുന്നു ഈ തൊള്ള. ദൈവമേ, കാത്തോളണേ. എടാ, ഇത് എത്ര സമയം കൊണ്ട് ശരിയാവും? 5 മിനിറ്റ്. 5 മിനിറ്റ് കൊണ്ട് തന്നെ നല്ല ശരിക്കും ആവും. എന്നിട്ട് എത്ര സമയം നിൽക്കും? ഓ, അത് മതി. ഹായ് ഡാർലിംഗ്. നീ ഫോൺ വിളിക്കാം, ഞാൻ കഴിഞ്ഞിട്ട് വിളിക്കാം. Come on. Come on. Come baby. ഒരു 3 മിനിറ്റ് കൂടി. What? Let me check. പോയി നോക്ക്. Polly. അളിയാ, ഈശ്വരാ, നോക്കിക്കോ. ഇവനെന്താ ഈ നേരത്ത്? ഈ സാധനം കണ്ട അളിയന് വേണ്ടി മാത്രം കൊണ്ടുവന്നതാണ് ഞാൻ. ഇന്ന് വെളുക്കുന്നവരെ ഇരുന്ന് കഥ പറയണം അളിയന് വേണ്ടി. മേനോനളിയാ. നിന്നെ എന്തിനാടാ ഇപ്പൊ തന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? അളിയനെ ഒന്ന് ഞെട്ടിപ്പിക്കാമെന്ന് വിചാരിച്ചു. എന്താ സന്തോഷമായില്ലേ? അളിയനെ കണ്ടാ തന്നെ അറിയാം 2 എണ്ണം അടിക്കാനുള്ള മൂഡിലാണെന്ന്. ഞാൻ ഒഴിച്ചു തരും അളിയന്, പിന്നെ അല്ലാതെ. ഡോളി, ഇച്ചിരി തണുത്ത വെള്ളം എടുത്തോ. Yeah. വേണ്ട, ഞാൻ ഇപ്പം അടിച്ചാൽ ശരിയാവില്ല. ഞാൻ ഒരു ഗുളിക കഴിച്ച ഒരു 5 മിനിറ്റ് കൊണ്ട് നല്ല ഒരു അതിൻ്റെ വേറെ ഒരു ചെറിയൊരു പ്രശ്നമുള്ളതുകൊണ്ട് വേണ്ട, ഇപ്പം അത് വേണ്ട. ഇനി വയ്യെങ്കിൽ വേണ്ട. ഡോളി, എങ്ങനെയുണ്ട് നമ്മുടെ മേനോനളിയൻ? Oh, he's cool. അതളിയാ തണുത്തു പോയത്. സാരമില്ല, ഇപ്പം ചൂടാക്കി തരാം. പിന്നെ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, നമുക്ക് ശരിയാക്കാം. ആദ്യം ഒരു 60. അമ്മ 9. അതെന്തളിയാ ഈ നേരത്തരലാറം? അത് മരണമണി. ഈ കാലം വരുന്നതിന് മുമ്പ് മരണമണി മുഴങ്ങുന്നു കേട്ടിട്ടില്ലേ? അതാ ഇപ്പം കേട്ടത്. അയ്യോ, എവിടെയൊക്കെയോ എന്തൊക്കെയോ പുകഞ്ഞു പൊങ്ങുന്നുണ്ട്. ശ്രീ, നീ ഇപ്പൊ എവിടെയാ? അഞ്ജു, ഞാൻ തിരിച്ചു വിളിക്കാം. ആക്ച്വലി ഒരു മീറ്റിംഗിലാ പബ്ലിഷറുമായിട്ട്. കോൾ യു ബാക്ക്. ഓക്കെ. ആരാ? എന്റെ വൈഫാ. ഞാൻ വെറുതെ ഇരുന്ന് ബോറടിച്ചപ്പോ വിളിച്ചതാ. യുവർ വൈഫ് പ്രശ്നമൊന്നും ആവില്ലല്ലോ അല്ലേ? No problem at all. She's cool. Yeah, it's okay. You're sure? Yeah, no problem. Chalo, let's go. Okay, all right. கேட்கணும். Thank you. உஷியா ஒரு தமிழ் பாட்டு, துள்ளலா ஒரு தமிழ் டான்ஸ் முடியுமா? சூரியனோ இவ சந்திரனோ இவ யாரிவரோ சட்டென சொல்ல சேர பாண்டிய சூரனோ இவனா சொல்லு சொல்லு சட்டென சொல்லு. சூரியனோ இவ சந்திரனோ இவ யாரிவரோ சட்டென சொல்லு சேர பாண்டிய சூரனோ இவனா சொல்லு சொல்லு சட்டென சொல்லு. பாரடி பாரடி யாரடி இவனோ ஆயிரம் சிறுதை காரடி இவனோ கூரடி கூரடி யாரடி இவனோ கெட்டத கட்டென சுட்டிடும் சிவனோ. நேரத்துல ஒரு முட்டம் பீஸ் வாயில போட்டுட்டாரு.
തൂക്ക് തന്നെ. இதை கூட நீ எடுத்துட்டு போக முடியாது. It was good. മുട്ടി നോക്കാം. റൂമുണ്ട്, പോവാ. വാട്ട്? ഞങ്ങൾ രണ്ടുപേരുണ്ട്, കുഴപ്പമൊന്നുമില്ലല്ലോ. ഡാ, ഞാൻ പറഞ്ഞ തള്ളേ അളിയ യവൻ വരാം. യവനാ യവൻ തരുന്നു. അവനാണെന്ന എന്നെ തോണ്ടിയത്. എന്നെ പിടിച്ചോണ്ടോണത്. You're tough, dude. Awesome. ശ്രീ വിചാരിക്കുന്ന പോലൊന്നും അല്ല. ഇറ്റ്സ് റിയലി ത്രില്ലിംഗ്. ആ, പക്ഷേ നമ്മുടെ ഈ ബിസി ലൈഫിന്റെ ഇടയ്ക്ക് എവിടെയാ ചാരിറ്റി വർക്കിനൊക്കെ ഒരു ടൈം? ശ്രീ, ഇറ്റ്സ് നോട്ട് എ ജോബ്. ഇറ്റ്സ് അവർ ഡ്യൂട്ടി ആൻഡ് ഇറ്റ് ഷുഡ് കം ഫ്രം അവർ ഹാർട്ട്. ആർക്കും ഛേദമില്ലാത്ത ഒരു ഉപകാരം ചെയ്യാൻ പറ്റുമെങ്കിൽ അതിലെന്താ കുഴപ്പം? ഓക്കെ. ഛേദമില്ലാത്ത ഉപകാരം. ആക്ച്വലി നിങ്ങൾ ഈ പെണ്ണുങ്ങൾ ശരിക്കും പറയുന്നതാണോ? I really mean it. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ഡ്രസ്സ് മാറുമ്പോൾ ആ ജനലൊന്നും അടയ്ക്കാതിരുന്നേ. ഉറക്കത്തി എന്തൊരു പാവം. പച്ചയ്ക്ക് ചോദിക്കണ്ടായിരുന്നു. ചില നേരത്ത് കൊണ്ടവരടങ്ങ്. ഇതാരിതിപ്പോ? ഉണരൂ, സീനായിരിക്കണേ. കറണ്ടും പോയി. ഒറ്റ പീസും കൂടെ ഉണ്ടായിരുന്നു. ടോർച്ച് എടുത്താലോ?